നമസ്കാരം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം കളവ് പോയി എന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷം നായർ പത്രമായിട്ടുള്ള മാതൃഭൂമി നമ്മളെ കൊട്ടാരം കള്ളനായിട്ടുള്ള രായാവിനെ കൊണ്ടുവന്ന് മുന്നിലിരുത്തിയിട്ട് സ്വർണം ഒന്നും പോയിട്ടില്ല, എല്ലാം അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തൊരു ശാന്തതയാണ്, എല്ലാവർക്കും വിശ്വാസം വന്നു. പക്ഷേ ശബരിമലയിൽ സ്വർണ്ണ യഥാർത്ഥത്തിൽ കട്ടതാരാണ്? അത് തന്ത്രിയാണ്, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതിനുശേഷം ബെല്ലാരിയിലെ ഗോവർദ്ധനാണ്. അടൂർ പ്രകാശ് ഒപ്പമുണ്ടായിരുന്നു. സോണിയാഗാന്ധിയുടെ വീട്ടിൽ ചെന്നു. ഇവരെല്ലാം കൂടി ഒരിടത്ത് വന്ന് ആ സവർണ സംഘം മോഷ്ടിച്ചതിനെ ഏറ്റവും ഒടുവിൽ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്നു. നിർഭാഗ്യവശാൽ അയാൾ ഒരു ജാതിയിൽ കുറഞ്ഞവനായിരുന്നു. അതുകൊണ്ടും ഒരു ജാതിയിൽ കുറഞ്ഞവരുടെ പാർട്ടിയായിട്ടുള്ള ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് ശബരിമല സ്വർണം കട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പൊള്ളൽ ഹിന്ദു വികാരത്തിന് ഏറ്റിട്ടില്ല. പക്ഷേ അതേപോലെ തന്നെ ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ അധ്വാനത്തിന്റെ വിഹിതമാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്തിരിക്കുന്ന സ്വർണം. അല്ലാതെ ഒരു രായാവിൻ്റെയും ഒരിറ്റു തുള്ളി വിയർപ്പ് അതിലില്ല. കാര്യം അന്നത്തെ കാലഘട്ടത്തിൽ മുലക്കരം വരെ പിരിച്ചവരാണ്. ഈ നാട്ടിലെ പാവപ്പെട്ടവരിൽ നിന്ന് കപ്പം പിരിച്ചവരാണ്. അങ്ങനെ നാട്ടുകാരുടെ ചെലവിൽ അന്നത്തെ കാലഘട്ടത്തിലെ ഞങ്ങളുടെ ശക്തി ഉപയോഗിച്ച് ഞങ്ങൾ ഒരു രാജ്യമാക്കി ഈ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിച്ച പൈസ തന്നെയാണ് ആ പത്മനാഭന്റെ സ്വത്ത് എന്നുള്ള നിലയ്ക്ക് കൊട്ടാരത്തിലുള്ളവർ വെട്ടിത്തിന്നുകൊണ്ടിരിക്കുന്ന ആ സ്വത്ത് ഉണ്ടായിരിക്കുന്നതും. ഈ പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ആരാണ്? രായാവ് വല്ല കുനിഞ്ഞിട്ടോ നൂന്നെടുത്തോ? ഒരുപാട് തൊഴിലാളികളുടെ അധ്വാനമാണ് ആ കാണുന്നത്. അങ്ങനെയുള്ള സ്ഥലത്തിരിക്കുന്ന ഇവിടത്തെ പാവപ്പെട്ടവനെ നികുതി പിരിഞ്ഞ്, ഇതാണല്ലോ നികുതി, അന്നത്തെ കാലഘട്ടത്തിൽ കപ്പം പിരിച്ചെടുത്ത പണമാണ്. ആ പണത്തെ ഒരു ജോലിക്കും പോകാതെ കൊട്ടാരത്തിലുള്ള കള്ളന്മാർ കട്ട് തിന്നുമ്പോൾ അതിനെക്കുറിച്ച് ഈ നാട്ടിൽ പരാതി ഉയർന്നു വരുമ്പോൾ ഈ നാട്ടിലെ നികുതിപ്പണം എടുത്ത് ആ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി കോടാനുകോടി ചെലവഴിക്കുമ്പോൾ അതിനകത്ത് കയറി മോട്ടിച്ചുകൊണ്ട് പോവുകയാണ്. ആ മോട്ടിച്ചുകൊണ്ട് പോകുന്ന കള്ളന്മാർ ഈ അടുത്ത കാലത്ത് അറിയാലോ, കവടിയാർ കൊട്ടാരത്തിലെ സ്വർണം മോഷണം പോയി. വലിയ വാർത്താ പ്രാധാന്യം വന്നില്ല. കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന ഈ സവർണ തമ്പ്രാക്കന്മാരുടെ കുടുംബത്തിലുള്ളവരാണല്ലോ, അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? ഇവിടത്തെ സവർണ കള്ളന്മാരെ എല്ലാം വെള്ളപൂശുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കൊട്ടാരത്തിലെ രായാവ് കള്ളന്മാരെ, രായാവിന്റെ പരിവേഷത്തിൽ നടക്കുന്നവരാണല്ലോ, ഇങ്ങനെയുള്ള കള്ളന്മാരെ എല്ലാം അവർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ലഘൂകരിച്ച് വാർത്ത കൊടുക്കുക. ദേവസ്വം ബോർഡ്, അത് കോൺഗ്രസ് സർക്കാരാണ് ഇരിക്കുന്നതെങ്കിൽ എല്ലാം പവിത്രമായിട്ടുള്ള മോഷണമാണ്. ഇടതുപക്ഷ സർക്കാർ ഇരിക്കുന്ന സന്ദർഭത്തിൽ അതേ ഉദ്യോഗസ്ഥർ മാറുന്നില്ല. ഈ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? ദേവസ്വം ബോർഡ് അല്ല, അതിനകത്ത് നേരത്തെ ജോലി കിട്ടിയ സവർണ കള്ളന്മാരാണ്. ഈ കള്ളന്മാർ മോഷ്ടിക്കുന്നതിനെ ഏത് രീതിയിലാണ് ഇവർ അഡ്രസ് ചെയ്യുന്നത്? അന്നത്തെ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിന് വേണ്ടി കൂലിയെഴുത്ത് നടത്തുന്നതിനപ്പുറം ഇങ്ങനെ ഒരു കൊള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നു എന്ന് DGP ആണ് ആഭ്യന്തര സെക്രട്ടറിക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അതിനകത്ത് നിന്ന് നിരന്തരം സ്വർണം പുറത്തു പോവുകയാണ്, വൈഡൂര്യങ്ങൾ പുറത്തു പോവുകയാണ്, കോടാനുകോടി രൂപ വിലമതിപ്പുള്ള സാധനങ്ങൾ പുറത്തു പോകുമ്പോൾ അതിനെ സംബന്ധിച്ച് ഹിന്ദു വികാരം ഉണരാതെയും അതിനോടൊപ്പം തന്നെ BJP നേതാവായിട്ടുള്ള കരമന ജയൻ ഉൾപ്പെടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ സ്വർണം പോയിട്ടുണ്ടെങ്കിൽ അത് കട്ടതിന് പിന്നിൽ എന്താണ് കരമന ജയന്റെ പങ്കെന്ന് ഈ നാട്ടിൽ അന്വേഷിക്കപ്പെടണ്ടേ? അന്വേഷണം വേണ്ട. കാര്യം എന്താണ്? ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്ന ആരാണ്? മേനോൻ സർക്കാരാണ്. മേനോൻ സർക്കാരാകുമ്പോൾ ഉള്ള ഗുണം എന്താണ്? സവർണ കൊള്ളകൾ, സവർണ കള്ളന്മാർ അല്ലെങ്കിൽ അമ്പലം വിഴുങ്ങികൾ, അമ്പലത്തിലെ കക്കാം കയറുന്നവരെ എല്ലാത്തിനെയും സംരക്ഷിക്കുമെന്ന് ഇവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് മാതൃഭൂമി പോലൊരു പത്രത്തിൽ രായാവ് എക്സ്ക്ലൂസീവായിട്ട് വന്നിരുന്നിട്ട് ഒരു കക്കലും നടന്നിട്ടില്ല, എല്ലാം അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഹിന്ദു വികാരം പൊട്ടാതെ അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ രായാവിനെ ഇപ്പോഴും താങ്ങി നടക്കുന്ന, രായഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്ന, അതാണ് മികച്ച ഭരണം, ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് പ്രിവിലേജ് കിട്ടിയിരുന്നു, മറ്റവരെല്ലാം കുലത്തൊഴിൽ ചെയ്ത് ജീവിച്ചവർ ജനാധിപത്യം വന്നപ്പോൾ ഞങ്ങളോടൊപ്പം ജീവിക്കുന്നു എന്ന മാനസിക മുറിവേറ്റ് കഴിയുന്നവർ, അവരെ സംബന്ധിക്കുന്നിടത്തോളം ഇതിൽ തൃപ്തി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇവർക്ക് ദൈവത്തിന്റെ സ്വർണം പോകുന്നതിലല്ല പ്രശ്നം, ആര് ഭരിക്കുന്നു, ആരാ കസേരയിൽ ഇരിക്കുന്നു എന്നതാണ് പ്രശ്നമെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ ശബരിമല സ്വർണം കട്ടതുപോലെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് പത്മനാഭന്റെ സ്വർണം പോയത് ഒരു ആഘോഷമാക്കുന്നില്ല, വാർത്താ വിവാദമാക്കുന്നില്ല എന്നതിന് പിന്നിൽ കൃത്യമായിട്ട് ഇവരുടെ അജണ്ടയുണ്ട്. കൃത്യമായിട്ട് ആൾക്കാർക്കിടയിലേക്ക് ആ സ്വർണം കട്ട വിവരങ്ങൾ അധികം എത്തേണ്ടതില്ല. അത് ബാധിക്കുന്നത് നമ്മൾ നാളുകളിൽ രാജാവാക്കാൻ ഉദ്ദേശിക്കുന്ന ആ കവടിയാർ കൊട്ടാരത്തിലെ കൊട്ടാരം കള്ളന്മാരെ ആണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് പാദസേവ ചെയ്യുന്ന റിപ്പോർട്ടിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം കാലങ്ങളായിട്ട് കട്ടുകൊണ്ട് പോകുന്നുണ്ട് എന്ന് അന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ്. ആ പ്രതികരണം കൂടി നിങ്ങൾ കേൾക്കേണ്ടിയിരിക്കുന്നു. കൊട്ടാരം കള്ളന്മാർ ഈ നാട്ടിലെ പാവപ്പെട്ടവരിൽ
പാവപ്പെട്ടവരിൽ നിന്ന് നികുതി പിരിച്ചുണ്ടാക്കി രായാക്കന്മാർ പാവപ്പെട്ടവർ കൃഷി ചെയ്തതും അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ജോലിയല്ലല്ലോ, പൊരി വെയിലത്ത് അവർ ജോലി ചെയ്തതിന്റെ എല്ലാം കപ്പം പിരിച്ചും ഒപ്പം തന്നെ അവർ ഉണ്ടാക്കിയതിനെ പുറത്തേക്ക് വിറ്റ് പണമുണ്ടാക്കിയതാണ്. അപ്പോ ആ വിയർപ്പോഹരി എന്ന് പറഞ്ഞാൽ ഇവിടത്തെ പാവപ്പെട്ടവന്റെ തന്നെയാണ്. അവന്റെ സ്വത്താണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് ഇരിക്കുന്നത്. ആ സ്വത്ത് ഞങ്ങളുടേതെന്ന് കൊട്ടാരക്കാർ പറയാൻ ഉളുപ്പുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത്. കാര്യം നിങ്ങൾ എന്ത് ജോലി ചെയ്തു? ഈ നാട്ടിൽ നിങ്ങളുടെ പണി എന്തായിരുന്നു? നിങ്ങൾ ഒരു സിംഹാസനത്തിൽ കയറി ഇരുന്നിട്ട് പാവപ്പെട്ടവരെ പിഴിഞ്ഞ പണം, അത് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഓരോ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരുന്നവരും ചെയ്യുന്ന പ്രവർത്തനം. അതുകൊണ്ട് ഞങ്ങളുടേതാണെന്ന് പറയാൻ നിങ്ങൾക്കൊരു യോഗ്യതയുമില്ല. ഈ നാട്ടിലെ പാവപ്പെട്ടവരെ പിഴിഞ്ഞുണ്ടാക്കിയ പണത്തെയാണ് കൊട്ടാരം കള്ളന്മാരും ഒപ്പം BJP-ക്കാരെല്ലാം കൂടി സംയുക്തമായി കട്ടുകൊണ്ടു പോകുന്നത്. അതിനെ സംബന്ധിച്ച് അന്വേഷണം പോലും നടത്താതെയും വാർത്താ വിവാദമാക്കാതെയും പൊതിഞ്ഞു പിടിക്കുന്ന ഈ നാട്ടിലെ ഒരു വലിയ അമ്പലം വിഴുങ്ങി നെക്സസിനെ കുറിച്ച് കൂടി നാട് ചിന്തിക്കേണ്ടതാണ്. ദേവപ്രശ്നം വെച്ചു, ഗണിതക്കാരെ കൊണ്ടു. എന്നിട്ട് അവർ പറഞ്ഞത് ഇങ്ങനെ ശ്രീപത്മനാഭസ്വാമിയുടെ എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കുടുംബം തന്നെ നശിച്ചു പോകും എന്നാണ് ദേവപ്രശ്നക്കാർ പറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഒരു സർപ്പത്തിന്റെ ബിംബം കൊത്തിവെച്ചിരുന്ന മറ്റൊരു കല്ലറയുണ്ടല്ലോ, ഇപ്പോഴത്തത് ആദ്യം ഒരു കല്ലറ മാർത്താണ്ഡവർമ്മ തുറന്നു. എന്നിട്ട് അതിലെ വിവരങ്ങളെല്ലാം എടുത്തു, വിവരങ്ങളെല്ലാം ഫോട്ടോ എടുത്തു. അതിനെ തുറന്ന് ഒരു ശാപവും ഉണ്ടായില്ല, ഒരാളും മരിച്ചുമില്ല, അവിടെ ഒരു ദൈവപ്രശ്നവും വന്നില്ല. അപ്പൊ മാർത്താണ്ഡവർമ്മ വിചാരിച്ചാൽ ഏത് കല്ലറയും തുറക്കാം, ഒരു ശാപവും വരികയില്ല. ഉന്നതമായ നീതിപീഠമായ സുപ്രീം കോടതി 2 കോടതികളുടെ വിധിക്ക് ശേഷം അപ്പീൽ കേട്ട് ഉണ്ടായ വിധിയിൽ അത് ഇതിന് ഇനിയെങ്ങും ലോകത്ത് ഇന്ത്യ രാജ്യത്ത് വേറെ കോടതി പോകാൻ നിർവാഹമില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് ദേവപ്രശ്നവും മറ്റും കൊണ്ടുവന്ന് ഈ തരത്തിലുള്ള സൂത്രങ്ങൾ. അവിടെ മാർത്താണ്ഡവർമ്മ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും പോകുന്നതാണ്. എന്നിട്ട് പായസമൊക്കെ വെക്കും, എന്നിട്ട് പായസവും വെച്ചിട്ട് കൊണ്ടുപോയിരുന്നാണ്. ഇതെല്ലാം തൂക്കി വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് പായസത്തിന്റെ. പക്ഷേ കൊണ്ടുവരുന്നത് അറകളിലെ സ്വർണമാണെന്നാണ് ആശയം. അതിങ്ങനെ കട്ട് നടക്കുന്നത് കണ്ട് ചെവിയ കെട്ടിട്ട് ഒരു ശാന്തിക്കാരൻ അതിനെ തടഞ്ഞപ്പോൾ അദ്ദേഹത്തെ തീവെള്ളം ഒഴിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചെങ്കിലും രക്ഷിച്ചാൽ രക്ഷപ്പെട്ടു. അയാളിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അയാളൊന്ന് എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനെതിരായി കേസ് നടത്തുന്ന 2 പേരിൽ ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, അനന്ത പത്മനാഭൻ എന്ന അഡ്വക്കേറ്റ്സ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ എല്ലാം കാര്യങ്ങൾ പത്രക്കാരായ നിങ്ങൾ ഈ മാർത്താണ്ഡവർമ്മയുടെ റോളിന്റെ ഈ ഡബിൾ റോൾ നല്ല പോലെ ഒന്ന് പൊതുജനങ്ങളെ അറിയിക്കണം. ശരി.